സിറിയയിലെ ആഭ്യന്തര യുദ്ധം 13 വർഷങ്ങൾ പിന്നിടുന്നു. ടുണീഷ്യ, ഈജിപ്ത്, ലിബിയ, യമൻ തുടങ്ങിയ അറബ് മേഖലകളിലെ ഏകാധിപതികളായ ഭരണാധികാരികൾക്കെതിരെ ഉടലെടുത്ത ജനരോഷം തന്നെയായിരുന്നു സിറിയയിലും ഉണ്ടായത്. നിരായുധരായ ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ ബഷറുൽ അസദിന്റെ സൈനികർ ആയുധങ്ങൾ കൊണ്ട് അടിച്ചമർത്തിയപ്പോൾ ഉണ്ടായത് ചോരപ്പുഴയായിരുന്നു. 13 വർഷങ്ങൾക്കിപ്പുറവും സിറിയ ലോകമാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കുന്നു. ഹമാസ്, ഇറാൻ, ഹിസ്ബുള്ള, ഇസ്രായേൽ എന്നിവർ തമ്മിൽ യുദ്ധം നടക്കുന്നതിനിടെ തന്നെയാണ് സിറിയയിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തിരിക്കുന്നത്. ലെബനനിൽ ഹിസ്ബുള്ളക്കെതിരെയും ഗസയിൽ ഹമാസിനെതിരെയും ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾ അവരുടെ ആയുധശേഷിയെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, യുക്രൈനുമായുള്ള സംഘർഷം സിറിയയെ സഹായിക്കുന്നതിൽ നിന്ന് റഷ്യയും പിന്നോട്ട് വലിക്കുന്നു. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകുന്നത് അവസാനിപ്പിക്കുന്നതിനായി സിറിയയിലെ ഇറാനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പോരാട്ടങ്ങൾ സിറിയൻ സിവിലിയന്മാർക്കിടയിൽ വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഏകദേശം 7000 കുടുംബങ്ങൾ കുടിയിറക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. വടക്ക് പടിഞ്ഞാറൻ സിറിയയിൽ താമസിക്കുന്ന ഏകദേശം 4 ലക്ഷത്തോളം ആളുകളിൽ നിരവധി പേർ പലായനം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഭക്ഷണം, വെള്ളം, വൈദ്യസഹായം എന്നിവയുടെ ലഭ്യതയില്ലാതെ ക്യാമ്പുകളിലാണ് പലരും കഴിയുന്നത്. സിറിയയിലെ വിമതർക്കിടയിൽ തന്നെയുള്ള അനൈക്യവും ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള മതാധിഷ്ഠിത തീവ്രവാദികളുടെ സാന്നിധ്യവും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി. റഷ്യയും ഇറാനും സഹായത്തിനെത്തിയതോടെ പ്രസിഡന്റ് അസദിന് എതിരാളികളുടെ മുന്നേറ്റത്തെ ഫലപ്രദമായി ചെറുത്തു നിൽക്കാനാവുകയും ചെയ്തു. അസദിനെ റഷ്യ സഹായിക്കാനെത്തിയത് അപ്രതീക്ഷിതമായിരുന്നില്ല. അസദിന്റെ പിതാവായ ഹാഫിസ് അൽ അസദിന്റെ കാലം മുതൽ സിറിയയ്ക്ക് സോവിയറ്റ് യൂണിയനുമായി ഉള്ളത് ദൃഢമായ ബന്ധമാണ്. ഇപ്പോൾ വ്ളാഡിമിർ പുടിന്റെ റഷ്യയുമായും ഈ ബന്ധം തുടരുന്നു. മധ്യപൂർവ്വ ദേശത്ത് റഷ്യയുമായി സൈനിക സഖ്യമുള്ള ഒരേയൊരു രാജ്യമാണ് സിറിയ. അവിടെ മെഡിറ്ററേനിയൻ കടൽത്തീരത്തുള്ള താർത്തസിലാണ് റഷ്യയുടെ ഒരു സുപ്രധാന നാവികസേനാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. യു എസ് പിന്തുണയുള്ള വിമതരുടെ കൈകളിൽ സിറിയ എത്തിപ്പെടുന്നതോടെ ഇത് നഷ്ടപ്പെടുന്നത് റഷ്യയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഇറാനുമായും സിറിയയ്ക്ക് സുദൃഢമായ ബന്ധമാണുള്ളത്. സദാം ഹുസൈന്റെ ഇറാഖുമായി ഇറാൻ 8 വർഷം യുദ്ധത്തിലായിരുന്നപ്പോൾ ഇറാനെ പിന്തുണച്ച ഒരേയൊരു അറബ് രാജ്യം ഹാഫിസ് അൽ അസദിന്റെ സിറിയയായിരുന്നു. ബഷാർ അൽ അസദിനെ അട്ടിമറിക്കാൻ അമേരിക്കയും മറ്റും ശ്രമിക്കുന്നത് തങ്ങളെ ക്ഷീണിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്ന് ഇറാനും കരുതുന്നുണ്ട്. സിറിയൻ ആഭ്യന്തര യുദ്ധത്തിൽ റഷ്യയോടൊപ്പം ഇറാനും അസദിനെ സഹായിക്കുന്നതിന്റെ കാരണം ഇതാണ്. അസദ് പുറത്തു പോകണമെന്ന് ഏറ്റവും ശക്തമായി ആവശ്യപ്പെടുകയാണ് സിറിയയുടെ വടക്ക് ഭാഗത്തെ അതിർത്തി പങ്കിടുന്ന തുർക്കി. എന്നാൽ അസദിന്റെ പതനത്തിന് ശേഷമുള്ള സിറിയയിലെ സ്ഥിതിഗതികൾ തങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാവുന്ന കാര്യത്തിൽ തുർക്കിഷ് പ്രസിഡന്റ് തയ്യിബ് റസീബ് എർദഗോൻ സംശയിക്കുന്നുണ്ട്. തുർക്കിയുടെ കണ്ണിലെ കരടായ സിറിയൻ കുർദുകളെ അമേരിക്ക സഹായിക്കുന്നതാണ് ഇതിനൊരു കാരണം. അസദിനെ താഴെയിറക്കുന്നതിനേക്കാൾ ഉപരി സിറിയയുടെ ഭാവി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ റഷ്യയുമായും ഇറാനുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലാണ് തുർക്കിക്ക് ഇപ്പോൾ താല്പര്യം. സിറിയയുടെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് മുൻപുണ്ടായിരുന്ന അത്ര താല്പര്യം ഇപ്പോഴില്ലെന്നും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അസദിന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ നൽകുന്ന സഹായം അസദ് വിരുദ്ധർക്ക് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൽ നിന്ന് കിട്ടുമെന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. എങ്കിലും ഇദ്ലിബിൽ അസദ് സൈന്യം രാസായുധം പ്രയോഗിക്കുകയാണെങ്കിൽ നോക്കി നിൽക്കില്ലെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2017 ഏപ്രിലിൽ ഇദ്ലിബ് പ്രവിശ്യയിൽ തന്നെ ഖാൻ ഷെയ്ഖൂൺ പട്ടണത്തിൽ നടന്ന രാസായുധ പ്രയോഗം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കപ്പെടുന്നു. വിഷവാതകം ശ്വസിച്ചും ശ്വാസം മുട്ടിയും ഒട്ടേറെ കുട്ടികൾ ഉൾപ്പെടെ 80ലേറെ പേരാണ് അന്ന് പിടഞ്ഞു മരിച്ചത്. അന്ന് രാസായുധ ആക്രമണം നടത്തിയ സിറിയൻ വിമാനങ്ങൾ പുറപ്പെട്ടതെന്ന് സംശയിക്കുന്ന വ്യോമസേനാ താവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. സിറിയയുടെ ഒട്ടേറെ വിമാനങ്ങളും മറ്റുപകരണങ്ങളും തകരുകയും 6 പേർ മരിക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ പുതിയ നിലപാട് എന്തായിരിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്.